Today we discuss about what are the determinants of supply. First point, price of the commodity. When the price increases, supply also increases because it motivates the firm to supply more in order to get more profit. When price decreases, smaller quantity will be supplied as profit decreases. The first determinant of supply എന്ന് പറയുന്നത് price of the commodity ആണ്. Price increase ചെയ്യുമ്പോൾ supply also increase. Price increase ചെയ്യുമ്പോൾ supplyയും increase ചെയ്യും because it motivate the firm to supply more. ഇത് ഫേമിന് കൂടുതൽ സപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷനാണ് അല്ലേ. പ്രൈസ് മാർക്കറ്റിൽ ഹയർ ആണെന്ന് കാണുമ്പോൾ അത് ഫേമിനെ സംബന്ധിച്ച് ഒരു മോട്ടിവേഷനാണ് കൂടുതൽ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യാൻ, അതുപോലെ തന്നെ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ. വെൻ പ്രൈസ് ഡിക്രീസസ്, പ്രൈസ് കുറവാണെങ്കിലോ സ്മോളർ ക്വാണ്ടിറ്റി മാത്രമേ സപ്ലൈ ചെയ്യുള്ളൂ. എന്തുകൊണ്ടായിരിക്കും? പ്രൈസ് കുറവാണെങ്കിൽ പ്രോഫിറ്റും കുറവായിരിക്കും. നെക്സ്റ്റ് ഡിറ്റർമിനന്റ് ഗോൾസ് ഓഫ് ദ ഫേം ആണ്. The goals of the firm may be profit maximization, sales maximization or risk minimization. ഒരു ഫേമിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആവാം, അല്ലെങ്കിൽ സെയിൽസ് മാക്സിമൈസേഷൻ ആവാം, റിസ്ക് മിനിമൈസേഷൻ ആവാം. ഇതിൽ ഒരു ഫേമിൻ്റെ എയിം എന്ന് പറയുന്നത് സെയിൽസ് മാക്സിമൈസേഷൻ ആണെങ്കിൽ ദേ വിൽ പ്രൊഡ്യൂസ് ആൻഡ് സപ്ലൈ മോർ. സെയിൽസ് ആണ് മാക്സിമം വേണം എന്നുള്ളതാണെങ്കിൽ അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനും കൂടുതൽ സപ്ലൈ ചെയ്യാനും തുടങ്ങും. അതേസമയം റിസ്ക് ആണ് മിനിമൈസ് ചെയ്യേണ്ടതെങ്കിൽ, റിസ്ക് മിനിമൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സപ്ലൈ കുറയ്ക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ആ സമയത്ത് കൂടുതലാണോ കുറവാണോ എന്ന് അറിയാതെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് മിനിമൈസ് ചെയ്യണമെങ്കിൽ ദേ വിൽ സപ്ലൈ ലെസ്. തേർഡ് ഡിറ്റർമിനന്റ് പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. If the price of inputs and factors used in the production, such as raw materials, labor, machine, etc. are high, the cost of production will be high. അതായത് ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷനിൽ വരുന്ന കോസ്റ്റ്, ആ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിൽ മെയിൻ ആയിട്ടുള്ളത് അതിൻ്റെ ഇൻപുട്ടിൻ്റെ പ്രൈസാണ്. ഇൻപുട്ടിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ്, അതുപോലെ തന്നെ ലേബറിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേജ്, മെഷീനിന് വരുന്ന കോസ്റ്റ്, ഇതെല്ലാം ചേരുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹൈ ആണെങ്കിൽ, ഒരു ഗിവൺ പ്രൈസിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹൈ ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യും, പ്രോഫിറ്റ് മാർജിൻ റെഡ്യൂസ് ചെയ്യും. പ്രോഫിറ്റ് കുറവാണെങ്കിൽ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അയാൾ പ്രൊഡക്ഷൻ കുറയ്ക്കും, അതായത് സപ്ലൈ കുറവായിരിക്കും. അപ്പോൾ ഹയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അറ്റ് എ ഗിവൺ പ്രൈസ്, അതായത് പ്രൈസ് പെട്ടെന്ന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പ്രൈസ് കൂട്ടാൻ പറ്റില്ല പ്രൊഡ്യൂസർക്ക്. ഓക്കെ, അപ്പോൾ ആ ഗിവൺ പ്രൈസിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തതിൻ്റെ അനുസരിച്ച് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മാർജിൻ റെഡ്യൂസ് ചെയ്യും, പ്രോഫിറ്റ് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ കുറയ്ക്കും, അതായത് സപ്ലൈ കുറയ്ക്കും. സപ്ലൈ കുറയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ അയാളുടെ പ്രോഫിറ്റും അതനുസരിച്ചിട്ട് കുറയും, പ്രൈസ് ഗിവൺ ആയതുകൊണ്ട് കേട്ടോ. പ്രൈസ് നമുക്ക് അവിടെ പെട്ടെന്ന് തന്നെ പ്രൈസിൽ ചേഞ്ച് പ്രൊഡ്യൂസർക്ക് വരുത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ പ്രോഫിറ്റ് മാർജിൻ ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നൊരു ഫാക്ടറാണ്. പ്രൊഡ്യൂസേഴ്സ് ഓൾവേസ് ഹാവ് ദ ടെൻഡൻസി ഓഫ് ഷിഫ്റ്റിംഗ് ഫ്രം ദ പ്രൊഡക്ഷൻ ഓഫ് വൺ കമ്മോഡിറ്റി ടു അനദർ കമ്മോഡിറ്റി. പ്രൊഡ്യൂസേഴ്സിന് എപ്പോഴും ഒരു കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷനിൽ നിന്ന് വേറൊരു കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷനിലേക്ക് പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. Okay, if the price of another commodity increases, especially substitute good, producer will find it more profitable to produce that commodity by reducing the production of the existing commodity. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ, അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആവട്ടെ, അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? ആ ഒരു പ്രൊഡക്റ്റിലേക്ക് അവരുടെ പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്യാണ് കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ എന്ന് കാണുമ്പോൾ അയാൾ എന്ത് ചെയ്യും? പ്രൊഡ്യൂസർക്ക് വേറെ ഒന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതനുസരിച്ച് അയാൾ ഇപ്പം എന്താണോ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ അയാൾക്ക് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അയാൾ നോക്കുകയാണ് ഏത് പ്രൊഡക്റ്റിനെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ പ്രൈസ് കൂടുതലുള്ളത്, ആ ഒരു കമ്മോഡിറ്റിയിലേക്ക് അയാളുടെ പ്രൊഡക്ഷൻ അയാൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അയാൾ ഓൾറെഡി എന്താണോ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ പ്രൈസ് വേറൊരു പ്രൊഡക്റ്റിന് ഉണ്ടെങ്കിൽ അതിലേക്ക് അയാളുടെ പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്യും. അയാൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളുടെ എക്സിസ്റ്റിംഗ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ അയാൾ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ടെക്നിക്സിൽ
An improvement in the techniques of production reduce the cost of production and increase profit margin. Techniques, നല്ല techniques, improved techniques യൂസ് ചെയ്യുകയാണെങ്കിൽ cost of production reduce ചെയ്യാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസിൻ്റെ ഒരു മെയിൻ പോർഷൻ തന്നെ കോസ്റ്റാണ്. അപ്പോൾ കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അയാളുടെ പ്രോഫിറ്റ് മാർജിൻ ഹയർ ആയിരിക്കും. ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി മോട്ടിവേറ്റ്സ്. പ്രോഫിറ്റ് കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് കൂടുതൽ സപ്ലൈ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കൂടെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ നേച്ചർ ഓഫ് മാർക്കറ്റ് ആണ്. നേച്ചർ ഓഫ് മാർക്കറ്റിൽ നമ്മൾ രണ്ട് കേസാണ് ഇവിടെ എടുക്കുന്നത്. ഒന്നൊരു മൊണോപ്പൊളിസ്റ്റ് ഫേമിൻ്റെയും മറ്റൊന്ന് ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റും. എ മൊണോപ്പൊളിസ്റ്റ് ഫേം വിൽ ലൈക്ക് ടു റെസ്ട്രിക്ട് സപ്ലൈ സോ ആസ് ടു റേസ് ദ മാർക്കറ്റ് പ്രൈസ് ആൻഡ് ആസ് എ റിസൾട്ട് സപ്ലൈ ഡിക്രീസസ്. ഒരു മൊണോപ്പൊളിസ്റ്റ് ഫേം എപ്പോഴും സപ്ലൈ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് നോക്കും. മൊണോപ്പൊളിസ്റ്റ് ഫേം എപ്പോഴും സപ്ലൈ റെസ്ട്രിക്റ്റ് ചെയ്യും. സപ്ലൈ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്? ടു റേസ് മാർക്കറ്റ് പ്രൈസ് റേസ് ചെയ്യാനായിട്ട്. ആൻഡ് ആസ് എ റിസൾട്ട് സപ്ലൈ ഡിക്രീസസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലൈ ഷോർട്ടാക്കി സപ്ലൈ ഡിക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഒരു മൊണോപ്പൊളിസ്റ്റ് ഫേം ചെയ്യുക. ഇപ്പോൾ സപ്ലൈ റെസ്ട്രിക്റ്റ് ചെയ്താലേ എന്ത് സംഭവിക്കുള്ളൂ? ഒരു മൊണോപ്പൊളിസ്റ്റ് ഫേമിൻ്റെ എപ്പോഴും എയിം എന്താണ്? കൂടുതൽ അബ്നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യലാണ്. അപ്പോൾ പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് റേസ് ചെയ്യും. അതേസമയം ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണെങ്കിൽ, ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണെങ്കിൽ ദർ വിൽ ബി നോ ടെൻഡൻസി ടു റെസ്ട്രിക്റ്റ് ഔട്ട്പുട്ട്. അവിടെ ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസിയും അവർ കാണിക്കില്ല. ഔട്ട്പുട്ട് മാക്സിമം പ്രൊഡക്ഷൻ എന്നുള്ളതാണ് ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ എയിം. ബിക്കോസ് ഈച്ച് ഫേം വാണ്ട് ടു സെൽ മോർ. എല്ലാ ഫേമുകളും കൂടുതലായിട്ട് സെൽ ചെയ്യും. എല്ലാവരും ഒരേപോലെ തന്നെ പ്രോഫിറ്റും ഏൺ ചെയ്യും. ഇപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് മാർക്കറ്റാണ് അവിടെ പറഞ്ഞത്. ഒന്ന് മൊണോപ്പൊളിസ്റ്റ് മാർക്കറ്റും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റും. ദെൻ പോളിസി ഓഫ് ടാക്സേഷൻ ആൻഡ് സബ്സിഡീസ്. The taxation policy of the government also influences supply of commodity. For example, if government increases sale tax and excess duty, it increases the cost of production. Government tax increase ചെയ്ത് കഴിഞ്ഞാൽ, ടാക്സിൻ്റെ പാർട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സംഭവിക്കും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഒരു ഫാക്ടറാണ് നമ്മുടെ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്, ഇൻപുട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ടാക്സുകൾ. ഓക്കെ, അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രൊഡ്യൂസർ സപ്ലൈ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസും കൂട്ടേണ്ടതായിട്ട് വരും അവർക്ക്. പ്രൈസ് കൂട്ടിയില്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്യും, പ്രോഫിറ്റ് മാർജിൻ ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർ സപ്ലൈ റെഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. നെക്സ്റ്റ് പോയിന്റ് എക്സ്പെക്ടേഷൻ അബൌട്ട് ഫ്യൂച്ചർ പ്രൈസസ് ആണ്. If a producer expects an increase in market price in future, then they will supply less today and hold the stock to sell at a higher price in future and vice versa. എക്സ്പെക്ടേഷൻ അബൌട്ട് ഫ്യൂച്ചർ പ്രൈസ്, അതായത് പ്രൊഡ്യൂസർ എക്സ്പെക്ട് ചെയ്യാണ് മാർക്കറ്റ് പ്രൈസ്, അതായത് മാർക്കറ്റിൽ ഇനിയും പ്രൈസ് ഇൻക്രീസ് ചെയ്യും എന്നുള്ള എക്സ്പെക്ടേഷനിൽ പ്രൊഡ്യൂസർ ദേ വിൽ സപ്ലൈ ലെസ് ടുഡേ. മാർക്കറ്റ് പ്രൈസ് ഫ്യൂച്ചറിൽ ഇൻക്രീസ് ചെയ്യുമെന്നുള്ള എക്സ്പെക്ടേഷനിൽ പ്രൊഡ്യൂസർ എന്ത് ചെയ്യാണ്? സപ്ലൈ ലെസ്, വളരെ കുറച്ച് മാത്രം ഇപ്പോൾ സപ്ലൈ ചെയ്യാം. സ്റ്റോക്ക് മൊത്തം എന്ത് ചെയ്യുന്നു? ഹോൾഡ് ചെയ്യുന്നു. അതായത് ഫ്യൂച്ചറിൽ സെല് ചെയ്യാനായിട്ട് അവർ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഹോൾഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഈ ഒരു സമയത്ത് പ്രസൻറ്റിൽ അതിനൊരു ഷോർട്ടേജ് വരും. മാർക്കറ്റിൽ ആ കമ്മോഡിറ്റീസിന് ഒരു ഷോർട്ടേജ് ഉണ്ടാക്കാനായിട്ട്, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഷോർട്ടേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസർ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ എന്ത് ചെയ്യില്ല? സപ്ലൈ റെഡ്യൂസ് ചെയ്യും. സപ്ലൈ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതും സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നൊരു ഫാക്ടറാണ് എക്സ്പെക്ടേഷൻ അബൌട്ട് ഫ്യൂച്ചർ പ്രൈസ്. ദെൻ നാച്ചുറൽ ഫാക്ടേഴ്സ്. നാച്ചുറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഇൻ കേസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ദ നാച്ചുറൽ ഫാക്ടേഴ്സ് ലൈക്ക് ഫ്ലഡ്, ഡ്രോട്ട് എക്സെട്ര അഡ്വേഴ്സ്ലി എഫക്ട് ദ സപ്ലൈ ഓഫ് കമ്മോഡിറ്റി സപ്ലൈ എഫക്ട് ചെയ്യുന്ന അഗ്രികൾച്ചർ പ്രൊഡക്റ്റിന് ഏറ്റവും കൂടുതലായിട്ട് ഫേസ് ചെയ്യേണ്ട വരുന്ന പ്രോബ്ലംസ് ആണ് നാച്ചുറൽ ഫാക്ടേഴ്സ്. എക്സാമ്പിളായിട്ട് ഇവിടെ ഫ്ലഡും ഡ്രോട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് അങ്ങനെ വരുന്ന ഫ്ലഡ്, ഡ്രോട്ട് പോലുള്ള നാച്ചുറൽ ഫാക്ടേഴ്സ് കമ്മോഡിറ്റീസിൻ്റെ സപ്ലൈ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. അതേസമയം ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ ആണെങ്കിൽ അത് സപ്ലൈ ഓഫ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസിന് ഹെൽപ്പ് ചെയ്യുന്നു, സപ്ലൈ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അത്രയാണ് നമ്മുടെ പോയിന്റ്സ്. നമുക്കൊന്നും കൂടെ ഒന്ന് പോയിന്റ്സ് നോക്കാം. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഗോൾസ് ഓഫ് ദ ഫേം, then price of factors of production, price of related commodities, techniques of production, nature of market, policy of taxation and subsidies, expectation about future prices,
നാച്ചുറൽ ഫാക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, താങ്ക് യു.